next class. Today we have to make a comparison between indemnity and guarantee. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഡെംനിറ്റിയെക്കുറിച്ച് പഠിച്ചു, ഗ്യാരണ്ടിയെക്കുറിച്ച് പഠിച്ചു. ഇനി ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡിൽ നോട്ട്സ് കൃത്യമായിട്ട് കാണിച്ചു തരാം. ആൻഡ് യു ലുക്ക് അറ്റ് ദ ബോർഡ്. ആ ഭാഗം നിങ്ങൾ ഓരോന്ന് നോക്കുക. ഞാൻ ആദ്യമേ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, 3 പോയിന്റുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഇൻഡെംനിറ്റി ആദ്യം എഴുതിയിരിക്കുന്ന നോക്കൂ. ഒന്നാമത്തത് ആസ് പെർ സെക്ഷൻ 124 കോൺട്രാക്ട് ഓഫ് whereby or contract of indemnity is a contract by which one party promises to save the other from the loss caused to him by the conduct of the promiser himself or by the conduct of any other person. അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്യാരണ്ടിയുടെ നിർവചനമാണ്. ഗ്യാരണ്ടിയുടെ നിർവചനത്തിനകത്ത് ഗ്യാരണ്ടി നോക്കൂ, ആസ് പെർ സെക്ഷൻ 126. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കാണല്ലോ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം എ പ്രോമിസ് or discharge the liability of third person in case of his default. You know, ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഗ്യാരണ്ടിയും നമ്മൾ പറയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ നിർവചനം നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചതാണ്, ഗ്യാരണ്ടിയുടെ നിർവചനവും പഠിച്ചതാണ്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയണം ഡെഫിനിഷൻസ്, രണ്ടിന്റെയും ഡെഫിനിഷൻസ്. രണ്ടാമത് നമ്മൾ പറയേണ്ടത് പാർട്ടികളെ കുറിച്ച് പറയണം. അപ്പൊ നോക്കിയേ, പാർട്ടികൾ. there are 2 parties to a contract of indemnity, indemnifier and indemnity holder. അപ്പൊ പാർട്ടികളായില്ലേ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലോ 3 പാർട്ടികളുണ്ട്. അതാരൊക്കെയാ? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ആദ്യത്തെ ആളുടെ പേര് നമ്മൾ പറഞ്ഞ ഷുവർട്ടിയാണ്, രണ്ടാമത്തത് ക്രെഡിറ്റർ ആണ്, മൂന്നാമത്തത് പ്രിൻസിപ്പൽ ഡെറ്റർ ആണ്. നമ്മളൊരു ട്രയാങ്കിൾ വരച്ചത് നിങ്ങൾ മറന്നു കാണില്ല. അപ്പോൾ ഷുവർട്ടി, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറയേണ്ടത് പാർട്ടിയാണ്. ഒന്നാമത്തെ പോയിന്റ് ഡെഫിനിഷൻ, അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് പാർട്ടിയാണ്, മൂന്നാമത്തത് കോൺട്രാക്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ നോക്കൂ, there is only one contract in contract of indemnity. അങ്ങനെ എഴുതണം. ഞാൻ അത്രയും ഭാഗം ഇവിടെ എഴുതിയിട്ടില്ല. there is only one contract in contract of indemnity, that is contract between indemnifier and indemnity holder. രണ്ട് പേരിലേ ഉള്ളൂ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ. അപ്പൊ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻഡെംനിറ്റിയിൽ ഒരേ ഒരു കോൺട്രാക്റ്റേ ഉള്ളൂ. കണ്ടോ, there is only one contract in contract of there is only one contract, that is between indemnifier and indemnity holder. നമുക്ക് അപ്പുറത്ത് എഴുതാം. നമ്മൾ അന്ന് പഠിച്ചായിരുന്നു, ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ഷുവർട്ടി, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെറ്റർ. അപ്പോൾ there are 3 contracts in contract of guarantee. നമ്മൾ ഫീച്ചർ പഠിച്ചപ്പോൾ ഇത് പറഞ്ഞതാണ്. എത്ര കോൺട്രാക്ട് ഉണ്ട്, എത്ര രേഖാഖണ്ഡമുണ്ടോ അത്രയും കോൺട്രാക്ട് ഉണ്ടെന്നാണ് നമ്മളന്ന് പറഞ്ഞത്. there are 3 contracts in contract of guarantee. Contract between surety and creditor. അടുത്തത് കോൺട്രാക്ട് between creditor and principal debtor, and contract between principal debtor and surety. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് കോൺട്രാക്ട്സുകളാണ്. there is only one contract in contract of indemnity, that is contract between indemnifier and indemnity holder. there are 3 contracts in contract of guarantee. Contract between surety and creditor, next creditor and principal debtor, and next principal debtor and creditor surety. Okay, ഇനി നമുക്ക് അടുത്ത ഭാഗം, നിങ്ങൾ ബാക്കി ഭാഗത്ത് അപ്പൊ 3 പോയിന്റ് നമ്മൾ ആയി. ഇനി 4ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ബോർഡിൽ 4ാമത്തെ പോയിന്റ്
ലൈബിലിറ്റി ഓഫ് ഇൻഡംനിഫയർ ഈസ് പ്രൈമറി എന്ന് നിങ്ങൾ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന ലൈബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് സെക്കൻഡറി എന്ന് കണ്ടു. അപ്പം നമുക്ക് ആ ഭാഗം എന്താണെന്ന് പറയണം. അതിനുശേഷം എഴുതിയിരിക്കുന്നത് നോട്ട്സ് നിങ്ങൾ എഴുതി വെച്ചോളൂ. ദ ഇൻഡംനിഫയർ കനോട്ട് സൂ അഗെയിൻസ്റ്റ് എനി പേഴ്സൺ എന്ന പോയിന്റ് കണ്ടു. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് നോക്കൂ, ഷുവർട്ടി ക്യാൻ സൂ അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് 5ാമത്തെ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് 6ാമത്തെ പോയിന്റിൽ ഇൻഡംനിറ്റി ഈസ് ഫോർ റീഇംബേഴ്സ്മെന്റ് ഓഫ് ഡെറ്റ്. റീഇംബേഴ്സ്മെന്റ് മനസ്സിലാക്കി തരാൻ ഞാൻ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രൊവൈഡ് ഷുവർട്ടി ടു ദ ക്രെഡിറ്റർ. നോക്കൂ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രൊവൈഡ് ഷുവർട്ടി ടു ദ ക്രെഡിറ്റർ. അപ്പൊ അത്രയും ഭാഗം നമ്മൾ പറയുന്നു. ഇനി അപ്പൊ ആ പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് നോക്കാമല്ലോ. നോക്കൂ, ലൈബിലിറ്റി ഓഫ് ഇൻഡംനിഫയർ ഈസ് പ്രൈമറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രഥമം. ഫസ്റ്റ് ലൈബിലിറ്റി കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിലെ പ്രോമിസറായ ഇൻഡംനിഫയറുടെ ലൈബിലിറ്റി പ്രഥമമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് അയാൾ തന്നെ കൊടുത്തു തീർക്കണം എന്ന് അർത്ഥം. The liability of indemnifier is primary in contract of indemnity. അപ്പുറത്തെ സൈഡിലോ, അതായത് ഗ്യാരണ്ടിയിൽ ആരാണ് പ്രധാനപ്പെട്ടയാള്? ആ പ്രോമിസർ ഷുവർട്ടി ആണല്ലോ. ആ ഷുവർട്ടിയെ അടിസ്ഥാനമാക്കി നമ്മൾ പറയണം, ഇൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദ ലൈബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് സെക്കൻഡറി. അങ്ങനെ പറയണം. The liability of surety is only secondary എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അത് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എപ്പോഴാ? ഓൺ ദ ഡിഫാൾട്ട് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. ഈ പ്രിൻസിപ്പൽ ഡെറ്റർ പണം കൊടുക്കാതെ വന്നാൽ മാത്രമല്ലേ ഷുവർട്ടിക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ പ്രൈം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെറ്ററിനല്ലേ? മറന്നിട്ടില്ലല്ലോ. ഒന്നുകൂടി ഞാൻ പറയാം. ഇയാൾ കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഷുവർട്ടി ഗ്യാരണ്ടി പറഞ്ഞത്. അപ്പൊ ഇയാൾ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാന്നാണ് അതിന്റെ അർത്ഥം. പ്രിൻസിപ്പൽ ഡെറ്റർ കൊടുത്തില്ലെങ്കിൽ കൊടുത്തോളാന്നല്ലേ. സോ ദ ലൈബിലിറ്റി ഓഫ് ഷുവർട്ടി ഇൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അറൈസസ് ഓൺലി ആഫ്റ്റർ ദ ഡിഫാൾട്ട് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ നമ്മൾ പഠിച്ചു. സോ അവർ പോയിന്റ് ഹിയർ ഈസ് ദ ലൈബിലിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ ഈസ് ഓൺലി സെക്കൻഡറി. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞിട്ട് പറഞ്ഞത് the indemnifier cannot sue against any person. Contract of indemnity ഇൻഡംനിഫയർക്ക് ആരുടെയും പേരിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ മൂലം താങ്കൾക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടായാൽ ഞാൻ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുക. The loss or debt that arising to the promisee will be safeguarded by the promisor. So there is no other person to protect him from the liability. So his liability is primary and it is absolute and he himself have to clear out the liability. അതാണല്ലോ അതിന്റെ അർത്ഥം. So the liability of the indemnifier is primary. Okay, and about surety, the നമ്മളാ പോയിന്റ് അല്ലല്ലോ പറയുന്നത്. The indemnifier suitനെ കുറിച്ച് നമ്മൾ പറയണം. Sorry, the indemnifier cannot sue against any person. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാ. അപ്പൊ എന്റെ തന്നെയാണ് ബാധ്യത. അതുകൊണ്ട് എന്റെ ബാധ്യത പ്രൈമറി ആണെങ്കിൽ ഞാനല്ലേ കൊടുത്തു തീർക്കേണ്ടത്. എനിക്ക് ആരുടെയെങ്കിലും പേരിൽ കേസ് കൊടുക്കാൻ അവിടെ അവകാശമില്ല. ആരെങ്കിലും കേസ് കൊടുക്കുന്നത് എന്റെ പേരിലാണ്. സോ ദ ലൈബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഇൻഡംനിഫയർ ഈസ് പ്രൈമറി എന്ന് പറഞ്ഞതിന്റെ തുടർ പോയിന്റ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഡംനിഫയർ cannot sue against any other person. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. The indemnifier cannot sue against any other person. മറ്റാരുടെയും പേരിൽ കേസ് കൊടുക്കാൻ അതിന് പറ്റില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ അവിടത്തെ നോക്ക്, നമ്മുടെ ട്രയാങ്കിളിലേക്ക് നോക്കിക്കേ. ഷുവർട്ടിയുടെ കാര്യമല്ലേ നമ്മൾ പറയുക. എപ്പോഴാ ലൈബിലിറ്റി ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ പരാജയത്തിലല്ലേ. അവിടെ നമ്മൾ പറഞ്ഞു ഈ സൈഡിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി കൂടിയുണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ. ആ ട്രയാങ്കിള് പഠിച്ചപ്പോൾ ഇവിടെ ഇൻഡംനിറ്റി ഉണ്ട്. അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ പറയുന്നു ഷുവർട്ടിയോട്, ഞാൻ മൂലം താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കി തന്നോളാമെന്ന് പ്രിൻസിപ്പൽ ഡെറ്റർ ഷുവർട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആയതുകൊണ്ട് ഷുവർട്ടി ക്യാൻ sue against പ്രിൻസിപ്പൽ ഡെറ്റർ. മനസ്സിലാവുന്നുണ്ടോ?
surety can sue against principal debtor. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ പ്രോമിസർ ആയിട്ടുള്ള ഇൻഡെംനിഫയർ cannot sue against any person. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രോമിസർ ആയിട്ടുള്ള ഷുവർട്ടി can sue against പ്രിൻസിപ്പൽ ഡെറ്റർ. ഇനി നമ്മൾ പറയുന്ന ലാസ്റ്റ് പോയിന്റ്, ഇൻഡെംനിറ്റി ഈസ് ഫോർ റീഎംബേഴ്സ്മെന്റ് ഓഫ് ഡെറ്റ്സ്. കാണാതാണ് ഇത്. The liable indemnity is for reimbursement of debts. ഡെറ്റിന്റെ റീഇംബേഴ്സ്മെന്റ് തിരികെ കൊടുക്കൽ എന്നല്ലേ നമ്മൾ പറയുക. എന്റെ ബാധ്യത, ഞാൻ ഉണ്ടാക്കിയ ബാധ്യത ഞാൻ ഒഴിവാക്കുന്നതാണ് റീഇംബേഴ്സ്മെന്റ്. The liability here, the debt is reimbursement അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ഓഫ് ഡെറ്റ് ഓർ ലയബിലിറ്റി ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഉണ്ടാവുക. റീഇംബേഴ്സ് മീൻസ് ഗിവിംഗ് ബാക്ക്, ക്ലിയറിംഗ് ഔട്ട് എന്നാണ് അർത്ഥം. എന്നാൽ നമ്മൾ ഇവിടെ നോക്കൂ, ഇൻ ഗ്യാരണ്ടിയിൽ റീഇംബേഴ്സ്മെന്റ് ഒന്നും അല്ല, എനിക്ക് കിട്ടിയതല്ല. അത് മീൻസ് ഷുവർട്ടിക്ക് കിട്ടിയതല്ല ഷുവർട്ടി കൊടുക്കുന്നത്. ഷുവർട്ടിക്ക് ഒന്നുമേ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, ഷുവർട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഷുവർട്ടി ഗീവ്സ് ഗ്യാരണ്ടി, ഷുവർട്ടി ഗീവ്സ് ഷുവർട്ടി ഉറപ്പ്. ഷുവർട്ടി എന്നുള്ള നൗൺ അല്ല, നമ്മൾ പറയാം ഷുവർട്ടി ഉറപ്പ് നൽകുന്നു. ഓക്കെ, നോക്കൂ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പ്രൊവൈഡ് ഷുവർട്ടി ടു ദ ക്രെഡിറ്റർ. ക്രെഡിറ്റർക്ക് ഷുവർട്ടി നൽകുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പ് നൽകുന്നു. ഈ ഷുവർട്ടിയുടെ അർത്ഥം എന്താ? സെക്യൂരിറ്റി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ ഷുവർട്ടി, ഇത് ഷുവർട്ടി സെക്യൂരിറ്റി എന്നാണ്. ഇൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദ ഷുവർട്ടി പ്രൊവൈഡ് ഷുവർട്ടി ടു ദ ക്രെഡിറ്റർ. ഓക്കെ, അതാണ് ആ പോയിന്റ്. അപ്പൊ കമ്പാരിസൺ ക്ലിയർ ആയി. നമ്മൾ 5-6 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. അത് അത്രയേ ഉള്ളൂ പോർഷൻസ്. അതിന്റെ തുടർച്ചയായുള്ള പോർഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ക്ലാസ്. ഓക്കെ.